بسم الله والحمد لله والصلاة والسلام على رسول الله أما بعد فهذا هو الدرس التاسع عشر പത്തൊമ്പതാമത്തെ പാഠം. ഈ പാഠത്തിൽ നമ്മൾ ലൻ എന്നുള്ള ഒരു നാസിബിനാണ് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ അൻ ലാമുത്താഡിയിലൊക്കെ പഠിച്ചു. അത് ഫിഅൽ മുദാരിനെ നസ്ബ് ചെയ്യുന്ന നവാസിബിൽ പെട്ടതാണ്. അപ്പം ലൻ എന്നുള്ള നാസിബ് എന്ന് പറഞ്ഞാൽ അത് ഫിഅൽ മുദാരിനെ നഫി ചെയ്യുന്ന ഒരു നാസിബാണ്. അതിനെ നഫി ചെയ്യുന്നത്. അപ്പോൾ ലൻ എന്ന് പറയുമ്പോൾ അത് ഫിഅൽ മുദാരിൻ്റെ അതിനെ നസ്ബ് ചെയ്യും. അപ്പം ഹർഫു നാസിബ് എന്ന് പറയും. ഹർഫു നാസിബ് ഔ ഹർഫു നസ്ബിൻ അതേപോലെ തന്നെ ആ നസ്ബ് അത് ഇസ്തിഖ്ബാലിലാവും. അത് ഭാവിയിലാവും അതിനെ നഫി ചെയ്യുന്നത്. طيب, അപ്പോൾ ഇവിടെ അംർ പറയുന്നു അർജു അൻ തഷ്തരി ലി ഹാദൽ കിതാബ മിനൽ ഹിന്ദി عندما تذهب إلى هناك في عطلة الصيف. അർജു അൻ തഷ്തരി ലി, ദയവായി നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരണം, ഹാദൽ കിതാബ, ഈ പുസ്തകം, മിനൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്ന്, عندما تذهب إلى هناك, നിങ്ങൾ അവിടെ പോകുമ്പോൾ, في عطلة الصيف, വേനൽ അവധിയിൽ. അപ്പോൾ വേനൽ അവധിയിൽ നിങ്ങൾ ഇന്ത്യയിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ദയവായി എനിക്ക് ഈ പുസ്തകം വാങ്ങിച്ചു തരണം. ഇന്നഹു ബില്ലുഗതി അൽ ഉർദിയ, അത് ഉറുദു ഭാഷയിലാണ്. വമാ വജദ്തുഹു ഫിൽ മക്തബാതി ഹുന, അത് ഇവിടുത്തെ ലൈബ്രറികളിൽ ഞാൻ കണ്ടില്ല. അപ്പോൾ അയ്യൂബ് പറഞ്ഞു അന ആസിഫ് സോറി, ഇന്നി ലൻ അദ്ഹബ ഇലൽ ഹിന്ദി ഫി ഉത്ലത്തി സൈഫ്. അപ്പം സോറി, ക്ഷമിക്കണം, ഞാൻ ഇന്ത്യയിലോട്ട് ഈ വേനൽ അവധിയിൽ ഞാൻ പോവുകയില്ല. അവിടെ ലൻ എന്നുള്ള നഫി ചെയ്യുന്ന നാസിബിനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൻ എന്ന് പറഞ്ഞാൽ അത് ലാ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ തന്നെയാണ് വരിക. പക്ഷെ അത് ഫിഅൽ മുദാരിനെ അത് നസ്ബ് ചെയ്യും. അദ്ഹബു എന്നുള്ളതിനെ അദ്ഹബാനാക്കി. അതേപോലെ തന്നെ ഈ നഫി മുസ്തഖ്ബലിൽ, ഭാവിയിലാണ് ഉണ്ടാവുക. ലൻ അദ്ഹബ, ഞാൻ പോവുകയില്ല എന്നാണ് അർത്ഥം വരുന്നത്. ഉരീദു അൻ അദ്ഹബ ഇല ബഗ്ദാദ ലി അസൂറ ഖാലി അല്ലദി യഅമലു ഫി സിഫാറത്തിൽ ഹിന്ദി ഹുനാക്. ഉരീദു അൻ അദ്ഹബ ഇല ബഗ്ദാദ്, ഞാൻ ബഗ്ദാദിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. ലി അസൂറ ഖാലി, എൻ്റെ ഖാലിനെ, എൻ്റെ അമ്മാവനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അല്ലദി യഅമലു ഫി സിഫാറത്തിൽ ഹിന്ദി ഹുനാക്, അവിടെ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്ന, യഅമലു ഫി ജോലി ചെയ്യുന്നു, സിഫാറത്തിൽ ഹിന്ദി, സിഫാറത്ത് ഹിന്ദി ഇന്ത്യൻ എംബസി, ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഖാലിനെ സന്ദർശിക്കാൻ ഞാൻ ബഗ്ദാദിലോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അംർ പറഞ്ഞു വ ഇഖ്വതുക അല യദ്ഹബൂന ഇലൽ ഹിന്ദ്, നിന്റെ സഹോദരന്മാർ അവർ ഇന്ത്യയിലോട്ട് പോകുന്നില്ലേ? അപ്പോൾ അയ്യൂബ് പറഞ്ഞു നഅം ഹും അയ്ദൻ ലൻ യദ്ഹബു ഹാദൽ ആം, അതെ, അവരും ഈ വർഷം പോകുന്നില്ല. അപ്പം ഇവിടെ ചോദ്യം നഫി ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പം നഅം എന്നുള്ള ഉത്തരം കൊടുത്തു. ഹും അയ്ദൻ ലൻ യദ്ഹബു ഹാദൽ ആം يريدون أن يبقوا بالمدينة المنورة ليحفظوا القرآن الكريم. يريدون أن يبقوا, അവർ أن يبقوا بالمدينة المنورة, ഇവിടെ മദീന മുനവ്വറ ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത്. യബ്ഖ, ബഖിയ യബ്ഖ എന്നൊരു സ്ഥലത്ത് നിൽക്കുക. ലിയഹ്ഫദുൽ ഖുർആനുൽ കരീം, ഖുർആനുൽ കരീം മനപ്പാഠം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ യുരീദൂന അൻ യബ്ഖൗ, അൻ എന്നുള്ള നാസിബിനെ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പാഠത്തിൽ പഠിച്ച അൻ യബ്ഖൗ, യബ്ഖൗന എന്നാണ് ആ നൂനെ ഹദ്ഫ് ചെയ്യുന്നവിടെ. അതേപോലെ തന്നെ ലിയഹ്ഫദു, ലാമു തഅലീലുണ്ട്. യഹ്ഫദൂന എന്നുള്ള അതാണ് മർഫു ആയിട്ടുണ്ടാവുക. അപ്പോൾ ആ നൂനെ കളഞ്ഞിട്ട് ലിയഹ്ഫദു, ഹദ്ഫ് നൂനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അംർ ചോദിച്ചു അഖവാതുക, നിന്റെ സഹോദരിമാർ, അയ്യൂബ്, ഹുന്ന അയ്ദൻ ലൻ യദ്ഹബ്ന ഇലൽ ഹിന്ദി ഫി ഹാദിൽ ഉത്ല, അവരും ഈ അവധിയിൽ ഇന്ത്യയിലോട്ട് പോവുകയില്ല. ഇവിടെ ലൻ ഉപയോഗിച്ചു, പക്ഷെ ഇവിടെ നൂന് വരുന്നുണ്ട്. കാരണം ഈ യദ്ഹബ്ന എന്നുള്ളത് നൂനുൻ നിസ്വയാണ്. നൂനുൻ നിസ്വ എന്ന് പറയുന്നത് ഫിഅൽ മുദാരി മബ്നിയാണ്. നമ്മൾക്കറിയാം വാക്കുകൾ ഒന്നുകിൽ മുഅറബാണ് അല്ലെങ്കിൽ മബ്നിയാണ്. മുഅറബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനങ്ങൾ മാറുന്നതിനാണ് മുഅറബ്. മബ്നി പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഫിഅലിൻ്റെ കാര്യത്തിൽ ഫിഅൽ മാദിയും ഫിഅൽ അമ്രും മബ്നിയാണ്. ഫിഅൽ മുദാരിയാണ് മുഅറബ്. എന്ന് വെച്ചാൽ ഫിഅൽ മുദാരിയാണ് മർഫൂ, മൻസൂബ്, മജ്സൂം എന്നൊക്കെ വരുന്നത്. പക്ഷേ അത് നൂനുൻ നിസ്വ വന്നാൽ അത് മബ്നിയാവും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. മബ്നി ആയാൽ പിന്നെ അതൊരിക്കലും മാറുകയില്ല. ലൻ എന്ന് വന്നാൽ പോലും യദ്ഹബ്, ആ നൂനെ കളയുക ഒന്നുമില്ല.
لن يذهبن إلى الهند في هذه العطلة. يريدن أن يذهبن إلى مكة أولا ليعتمرن ويبقين هناك شهرا عند خالتنا. യുരിദ്ന അൻ യദ്ഹബ്ന, ഇവിടെ യുരിദ്ന എന്നുള്ളത് ഇത് ഫിഅൽ മുദാരിഅ, അതിൻ്റെ മുമ്പ് നാസിബ് ഒന്നും വന്നിട്ടില്ല. യദ്ഹബ്ന മുമ്പ് അൻ എന്നുള്ള നാസിബ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും രണ്ടും ഒരേപോലെ തന്നെയാണ്. കാരണം നൂനുൻ നിസ്വ വരുമ്പോൾ എന്താവും? രണ്ടും മബ്നിയായി മാറും. യുരിദ്ന അൻ യദ്ഹബ്ന ഇല മക്കത്ത, അവർ മക്കയിലോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഔവലൻ, ആദ്യം. ലിയഅ്തമിർന, യഅ്തമിർന എന്ന് പറഞ്ഞാൽ ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട്. യഅ്തമറ യഅ്തമിറു എന്നുള്ള ഫിഅലാണ് ഇവിടെ ഉള്ളത്. ലിയഅ്തമിർന, ഇവിടെ ലാമു തഅലീൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ യഅ്തമിർന എന്നുള്ള ഫിഅൽ ഇവിടെ നൂൻ നിസ്വന്റെ കൂടെ വന്നതുകൊണ്ട് മബ്നി ആയതുകൊണ്ട് അതേപോലെ തന്നെ ഉണ്ടാവും. ലിയഅ്തമിർന വയബ്ഖൈന ഹുനാക ഷഹ്റൻ, അവിടെ ഒരു മാസം താമസിക്കും, അല്ലെങ്കിൽ അവിടെ ഒരു മാസം നിൽക്കും. ഇൻദ ഖാലത്തിന, ഞങ്ങളുടെ ഖാലയുടെ കൂടെ. സുമ്മ സയദ്ഹബ്ന ഇല റിയാദി, പിന്നെ അവർ റിയാദിലോട്ട് പോകും. ലിസിയാറത്തി അമ്മിന, ലിസിയാറത്തി അമ്മിന, ഇവിടെ അമ്മന എന്ന് കൊടുത്തിട്ടുണ്ട്, അമ്മിന എന്നാണ് വരേണ്ടത്. ഞങ്ങളുടെ അമ്മിനെ, അങ്കിളിനെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട്. അല്ലദി യഅമലു ഫി അഹദിൽ മസാരിഫി ഹുനാക്, അവിടെ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ഒരു അങ്കിളുണ്ട്, അവരെ സന്ദർശിക്കാൻ പോകും. അപ്പോൾ അമർ പറഞ്ഞു, അതഅരിഫു അഹദൻ മിന തുല്ലാബിൽ ഹുനൂദി യദ്ഹബു ഇലൽ ഹിന്ദി ഫി ഹാദിൽ ഉത്ല. അതഅരിഫു അഹദൻ മിന തുല്ലാബ്, നിങ്ങൾക്ക് ആരെങ്കിലും ഏതെങ്കിലും വിദ്യാർത്ഥിയെ അറിയുമോ? അൽ ഹുനൂദ്, ഹുനൂദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇന്ത്യൻ വിദ്യാർത്ഥിയെ അറിയുമോ? യദ്ഹബു ഇലൽ ഹിന്ദി ഫി ഹാദിൽ ഉത്ല, ഈ അവധിയിൽ ഇന്ത്യയിലോട്ട് പോകുന്ന ഏതെങ്കിലും ഇന്ത്യൻ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് അറിയുമോ? സമിഅതു അന്ന താലിബൻ ഹിന്ദിയൻ ഇസ്മുഹു ഖാലിദുൻ സയദ്ഹബു ഇലൽ ഹിന്ദി ഖരീബൻ. സമിഅതു, ഞാൻ കേട്ടിട്ടുണ്ട്, അന്ന താലിബൻ ഹിന്ദിയൻ, ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി, ഇസ്മുഹു ഖാലിദുൻ, അവൻ്റെ പേര് ഖാലിദ് എന്നാണ്, സയദ്ഹബു ഇലൽ ഹിന്ദി ഖരീബൻ, ഇന്ത്യയിലോട്ട് അടുത്ത് പോകുന്നു. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഖാലിദ് എന്നുള്ള പേരുള്ള ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഇപ്പോൾ അടുത്ത നാട്ടിലോട്ട് പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അയ്യൂബ് പറഞ്ഞു, നഅം അന അഅരിഫുഹു, അതെ എനിക്ക് അവനെ അറിയാം. ഹുവ സയദ്ഹബു ഫിൽ ഉസ്ബുഇൽ മുഖ്ബിൽ, അവൻ അടുത്ത ആഴ്ചയാണ് പോകുന്നത്. വലാകിന്നഹു ലൻ യർജിഅ, പക്ഷെ അവൻ തിരിച്ചു വരില്ല. ഇവിടെ ലൻ എന്നുള്ള നാസിബ് ഉപയോഗിച്ചിട്ടുണ്ട്. ലൻ യർജിഅ, അവൻ തിരിച്ചു വരികയില്ല. അത് നഫി ചെയ്തു, പക്ഷേ മുസ്തഖ്ബലാണ്. അമർ പറഞ്ഞു, ലിമ, എന്തുകൊണ്ട്? ലിമ എന്ന് പറഞ്ഞാൽ ലിമാദ. അയ്യൂബ് പറഞ്ഞു, ലിഅന്നഹു മരീദുൻ, കാരണം അവൻ രോഗിയാണ്. വസയബ്ഖാ ഫിൽ ഹിന്ദി ലിൽ ഇലാജ്, അവൻ ഇന്ത്യയിൽ ചികിത്സയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ്. അതഅരിഫു ജാഫറൻ, എനിക്ക് ജാഫറിനെ അറിയുമോ? അമർ പറഞ്ഞു, നഅം അഅരിഫുഹു, അത് എനിക്കറിയാം. ലാകിന്നഹു മിൻ പാകിസ്ഥാൻ, പക്ഷെ അവൻ പാകിസ്ഥാനിൽ നിന്നാണ്. അയ്യൂബ് പറഞ്ഞു, യുംകിനുഹു അൻ യശ്തരിയ ഹാദൽ കിതാബ മിൻ പാകിസ്ഥാൻ, അവന് ഈ പുസ്തകം പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ യുംകിനുഹു എന്ന് പറഞ്ഞാൽ അവന് പറ്റും, അൻ യശ്തരിയ വാങ്ങിക്കാൻ, ഹാദൽ കിതാബ ഈ പുസ്തകം, മിൻ പാകിസ്ഥാൻ, പാകിസ്ഥാനിൽ നിന്ന്. ഫഇന്നൽ കുതുബൽ ഉർദിയത മൗജൂദത്തുൻ ഫിൽ ഹിന്ദി വ പാകിസ്ഥാൻ. ഫഇന്ന, തീർച്ചയായും ഉറുദു പുസ്തകങ്ങൾ, മൗജൂദത്തുൻ ലഭ്യമാണ്, ഫിൽ ഹിന്ദി വ പാകിസ്ഥാൻ, ഇന്ത്യയിലും പാകിസ്ഥാനിലും. കാരണം അവന് ഈ പുസ്തകം പാകിസ്ഥാനിൽ വാങ്ങിക്കാൻ പറ്റും, കാരണം ഉറുദു പുസ്തകങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ലഭ്യമാണ്. അപ്പോൾ അമർ പറഞ്ഞു, അഷ്കുറുക യാ അയ്യൂബ് ജസാക്കല്ലാഹു ഖൈറൻ, നിനക്ക് നന്ദി ഓ അയ്യൂബ്, അള്ളാഹു നിനക്ക് നന്മ തരട്ടെ. ജസാക്കല്ലാഹു ഖൈറൻ സഅദ്ഹബു ഇലൈഹിൽ ആൻ, ഞാൻ അവൻ്റെ അടുത്ത് ഇപ്പോൾ പോകാം. വ അഖൂലു ലഹു, എന്നിട്ട് അവനോട് പറയാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അയ്യൂബ് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം ഫി അമാനില്ലാ, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ഉണ്ടാവട്ടെ.